നമസ്കാരം, വെൽക്കം ടു അവർ ചാനൽ. UPSCയുടെ നാഷണൽ ഡിഫൻസ് അക്കാദമി ആൻഡ് നേവൽ അക്കാദമി എക്സാമിനേഷനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ വർഷത്തെ NDA ആൻഡ് NA പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജൂൺ 17 അപ്പോൾ UPSC ഇത്തവണ ഒരു പുതിയ ഓൺലൈൻ ആപ്ലിക്കേഷൻ പോർട്ടലാണ് പുറത്തിറക്കിയിരിക്കുന്നത്. മുൻപുണ്ടായിരുന്ന വൺ ടൈം രജിസ്ട്രേഷൻ മൊഡ്യൂൾ ഇനി ലഭ്യമായിരിക്കില്ല. അതിനാൽ പുതിയ പോർട്ടൽ വഴി എല്ലാ അപേക്ഷകരും പുതുതായി രജിസ്റ്റർ ചെയ്ത് വേണം അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ ഈ പോർട്ടലിൽ 4 മൊഡ്യൂളുകളാണുള്ളത്. ഫസ്റ്റ് അക്കൗണ്ട് ക്രിയേഷൻ ആണ്. ഒരു പുതിയ അക്കൗണ്ട് ഓപ്പൺ ആക്കുക. നെക്സ്റ്റ് യൂണിവേഴ്സൽ രജിസ്ട്രേഷൻ, നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ നൽകുക. അതിനുശേഷം കോമൺ ആപ്ലിക്കേഷൻ ഫോം, ഇത് എല്ലാ എക്സാമിനേഷനും കൊടുക്കേണ്ട പൊതുവായ വിവരങ്ങൾ ഫില്ല് ചെയ്യാനുള്ളതാണ്. അതിനുശേഷമാണ് എക്സാമിനേഷൻ സ്പെസിഫിക് മൊഡ്യൂൾ. ഈ മൊഡ്യൂൾ എന്ന് പറയുന്നത് NDA ആൻഡ് NA പരീക്ഷയ്ക്ക് മാത്രമുള്ളതാണ്. ഇത് അപേക്ഷിക്കാനുള്ള സമയം മുതൽ മാത്രമേ ലഭ്യമാകത്തുള്ളൂ. ഇനി എങ്ങനെ അപേക്ഷിക്കാമെന്നുള്ളതിനെ പറ്റി നോക്കാം. UPSConline.nic.in എന്ന വെബ്സൈറ്റ് വഴിയാണ് നമുക്ക് അപേക്ഷിക്കാനായിട്ടുള്ളത്. അതുപോലെ തന്നെ അപേക്ഷിക്കുന്നതിന് മുമ്പ് എല്ലാ യോഗ്യതകളും പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജനന തീയതി, വിദ്യാഭ്യാസ യോഗ്യത തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും, ആവശ്യമായിട്ടുള്ള എല്ലാ രേഖകളും ഓൺലൈൻ അപേക്ഷാ ഫോമിനോടൊപ്പം അപ്ലോഡ് ചെയ്യാനും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളൊരു അപേക്ഷ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നീട് പിൻവലിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അപേക്ഷ അയക്കുന്നതിന് മുമ്പ് എല്ലാ വിവരങ്ങളും ശരിയാണെന്ന് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് ഫോട്ടോ ID ഡീറ്റെയിൽസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ഫോട്ടോ ID ഉണ്ടായിരിക്കണം. ആധാർ കാർഡ്, വോട്ടർ ID, പാൻ കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, അതേപോലെ സ്കൂൾ ഫോട്ടോ ID അല്ലെങ്കിൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച ഏതൊരു ഫോട്ടോ ID നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഈ ID കാർഡിന്റെ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ നൽകേണ്ടതാണ്. ഭാവിയിലെ എല്ലാ ആവശ്യങ്ങൾക്കും ഈ ID കാർഡ് ഉപയോഗിക്കപ്പെടുന്നതിനാൽ പരീക്ഷയ്ക്കും അതേപോലെ SSB ഇന്റർവ്യൂവിനും പോകുമ്പോൾ ഈ ID കാർഡ് കയ്യിൽ കരുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആധാർ കാർഡ് ഉപയോഗിക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പവും സൗകര്യപ്രദവുമായിട്ട് ഉള്ളത്. അതേപോലെ ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷൻ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞിരുന്നു, അവസാന തീയതി ജൂൺ 17 രാത്രി 11:59 വരെ നമുക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ യോഗ്യരായ കാൻഡിഡേറ്റ്സിന് ഈ അഡ്മിറ്റ് കാർഡ് ലഭ്യമാകും. അത് പരീക്ഷയ്ക്ക് ഏകദേശം ഒരാഴ്ച മുമ്പായിട്ടാണ് നമുക്ക് UPSCയുടെ വെബ്സൈറ്റ് വഴി ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് നെഗറ്റീവ് മാർക്കിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യ പേപ്പറുകളിൽ തെറ്റായ ഉത്തരങ്ങൾ രേഖപ്പെടുത്തിയാൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാകും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ റെപ്രസെന്റേഷൻ പോർട്ടലിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പരീക്ഷയിലെ ചോദ്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പരീക്ഷ കഴിഞ്ഞതിന്റെ അടുത്ത ദിവസം മുതൽ 7 ദിവസത്തിനുള്ളിൽ വൈകുന്നേരം 6 മണി വരെ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനായിട്ടും UPSC അവസരം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ OMR ഷീറ്റിലെ ഉത്തരങ്ങൾ എഴുതുന്നതിനും മാർക്ക് ചെയ്യുന്നതിനും കറുത്ത ബോൾ പേന മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് എക്സാം ഡേറ്റ് ആൻഡ് കോഴ്സസ് അതിനെപ്പറ്റി നോക്കാം. UPSC സെപ്റ്റംബർ 14, 2025 ഒരു പരീക്ഷ നടത്തും. അത് 2026 ജൂലൈ 1 ആരംഭിക്കുന്ന NDAയുടെ 156ാമത് ആർമി, നേവി, എയർഫോഴ്സ് കോഴ്സുകളിലേക്കും 118ാമത് ഇന്ത്യൻ നേവൽ അക്കാദമി കോഴ്സിലേക്കുമുള്ള പ്രവേശനത്തിനായാണ് ഈ പരീക്ഷ നടത്തുന്നത്. നമ്പർ ഓഫ് വേക്കൻസീസ് നോക്കുകയാണെങ്കിൽ നാഷണൽ ഡിഫൻസ് അക്കാദമി ആർമിയിൽ 208 ഒഴിവുകളാണ്. ഇതിൽ 10 എണ്ണം വനിതാ കാൻഡിഡേറ്റ്സിനാണ്. അതേപോലെ നേവി 42 ഒഴിവുകൾ, ഇതിൽ 5 എണ്ണം വനിതാ കാൻഡിഡേറ്റ്സിനായിട്ടാണ്. എയർഫോഴ്സ് ഫ്ലൈ 92 ഒഴിവുകൾ, ഇതിൽ 2 എണ്ണം വനിതാ കാൻഡിഡേറ്റ്സിന്. അതേപോലെ ഗ്രൗണ്ട് ഡ്യൂട്ടീസ് ടെക് 18 ഒഴിവുകൾ, ഇതിൽ 2 എണ്ണം വനിതാ കാൻഡിഡേറ്റ്സിന്. നെക്സ്റ്റ് ഗ്രൗണ്ട് ഡ്യൂട്ടീസ് നോൺ ടെക് 10 ഒഴിവുകൾ, ഇതിൽ 2 എണ്ണം വനിതാ കാൻഡിഡേറ്റ്സിനാണ്. അതേപോലെ നേവൽ അക്കാദമി +2 കേഡറ്റ് എൻട്രി സ്കീം 36 ഒഴിവുകളാണ്, ഇതിൽ 4 എണ്ണം വനിതാ കാൻഡിഡേറ്റ്സിനായിട്ടാണ്. അങ്ങനെ മൊത്തം ഒഴിവുകൾ 406. NDA അല്ലെങ്കിൽ നേവൽ അക്കാദമിയിലെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വെവ്വേറെ എൻട്രികളാണ്. ഒഴിവുകൾ ഒന്നിച്ച് പുറത്തിറങ്ങുമെങ്കിലും തെരഞ്ഞെടുപ്പും മെറിറ്റ് ലിസ്റ്റും വേർതിരിച്ചാണ് തയ്യാറാക്കുക. അപ്പോൾ വേക്കൻസീസ് താൽക്കാലികവും അതേപോലെ പരിശീലന ശേഷി അനുസരിച്ച് മാറാവുന്നതുമാണ്. നെക്സ്റ്റ് സർവീസ് പ്രിഫറൻസസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപേക്ഷാ ഫോമിൽ നിങ്ങൾ ഏത് സേവനങ്ങളാണ്, അതായത് ഇപ്പോൾ ആർമി ആണോ അല്ലെങ്കിൽ നേവി അല്ലെങ്കിൽ എയർഫോഴ്സ് ആണ് തിരഞ്ഞെടുക്കുന്നതെന്ന് മുൻഗണനാ ക്രമത്തിൽ വ്യക്തമാക്കണം. 1 to 4 വരെ മുൻഗണനാ ക്രമത്തിൽ വ്യക്തമാക്കണം. എത്ര മുൻഗണനകൾ വേണമെങ്കിലും നൽകാം. ഒരിക്കൽ സമർപ്പിച്ചാൽ പിന്നീട് ഈ പ്രിഫറൻസസിലോ അല്ലെങ്കിൽ അപേക്ഷയിലെ മറ്റു വിവരങ്ങളിലോ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കില്ല. അതിനാൽ അപേക്ഷ അയക്കുന്നതിന് മുമ്പ് എല്ലാം ശ്രദ്ധയോടെ പരിശോധിച്ച് ഉറപ്പുവരുത്തുക.
അപ്പോൾ ഇനി നമുക്ക് സെലക്ഷൻ പ്രോസസ് നോക്കാം. NDA NA കോഴ്സുകളിലേക്കുള്ള പ്രവേശനം 2 പ്രധാന ഘട്ടങ്ങളിലൂടെയാണ് നടക്കുന്നത്. അതിൽ ഒന്നാം ഘട്ടം UPSC നടത്തുന്ന റിട്ടൺ എക്സാമിനേഷൻ. രണ്ടാം ഘട്ടം റിട്ടൺ എക്സാമിനേഷനിൽ യോഗ്യത നേടുന്ന കാൻഡിഡേറ്റ്സിന് സർവീസസ് സെലക്ഷൻ ബോർഡ്, അതായത് SSBയുടെ ഇന്റലിജൻസ് ആൻഡ് പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉണ്ടാകും. ഈ 2 ഘട്ടങ്ങളിലെയും പ്രകടനം അനുസരിച്ചായിരിക്കും ഫൈനൽ സെലക്ഷൻ ഉണ്ടാവുക. നെക്സ്റ്റ് എക്സാം സെന്റേഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ് പറഞ്ഞിരിക്കുന്നത്. കൊച്ചി ഉണ്ട്, കോഴിക്കോട്, അതേപോലെ തിരുവനന്തപുരം ഉണ്ട്. പിന്നെ തമിഴ്നാട്ടിലെ ചെന്നൈ, കോയമ്പത്തൂർ, മധുര, തിരുച്ചിറപ്പള്ളി, വെല്ലൂർ, അങ്ങനെ പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ട്. ധാരാളം പരീക്ഷാ കേന്ദ്രങ്ങളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോ ഓരോ പരീക്ഷാ കേന്ദ്രത്തിലും അനുവദിക്കാവുന്ന കാൻഡിഡേറ്റ്സിന്റെ എണ്ണത്തിന് ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. കേന്ദ്രങ്ങളുടെ തെരഞ്ഞെടുപ്പ് ആദ്യം അപേക്ഷിക്കുന്നവർക്ക് ആദ്യം അനുവദിക്കപ്പെടുന്ന രീതിയിലായിരിക്കും. ഒരു കേന്ദ്രത്തിലെ സീറ്റുകൾ നിറഞ്ഞാൽ അത് പിന്നീട് ലഭ്യമാവത്തില്ല. അതിനാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പരീക്ഷാ കേന്ദ്രം ലഭിക്കാൻ അപേക്ഷകർ എത്രയും വേഗം അപേക്ഷിക്കുക എന്നുള്ളതാണ്. കണ്ടീഷൻസ് ഓഫ് എലിജിബിലിറ്റി ആണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. യോഗ്യത, അതായത് അൺമാരീഡ് മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക. ഇവര് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, അല്ലെങ്കിൽ നേപ്പാൾ പൗരത്വമുള്ളവർ, അല്ലെങ്കിൽ ബർമ, ശ്രീലങ്ക, അതേപോലെ വിയറ്റ്നാം എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ സ്ഥിരതാമസത്തിനായിട്ട് വന്നവരാണെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നൽകുന്ന എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. എങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ജനുവരി 1, 2007 ജനുവരി 1, 2010 ഇടയിൽ ജനിച്ച അൺമാരിഡ് മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക. ഇനി നമുക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കാം. ഓരോ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതകളാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം നമുക്ക് നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെ ആർമി വിങ്ങിന് വേണ്ടിയുള്ള യോഗ്യത എന്ന് പറയുന്നത് 12ാം ക്ലാസ് പാസ് അല്ലെങ്കിൽ സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡോ യൂണിവേഴ്സിറ്റിയോ നടത്തുന്ന തത്തുല്യ പരീക്ഷ പാസ്സായിരിക്കണം. അതുപോലെ തന്നെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെ എയർഫോഴ്സ് നേവൽ വിങ്ങുകൾക്കും ഇന്ത്യൻ നേവൽ അക്കാദമിയിലെ +2 കാഡറ്റ് എൻട്രി സ്കീമിനും വേണ്ടിയിട്ടുള്ള യോഗ്യത എന്ന് പറയുന്നത് 12ാം ക്ലാസ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് വിഷയങ്ങളോടെ പാസ്സായിരിക്കണം. അല്ലെങ്കിൽ സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡോ യൂണിവേഴ്സിറ്റിയോ നടത്തുന്ന തത്തുല്യ പരീക്ഷ പാസ്സായിരിക്കണം. അതേപോലെ 12ാം ക്ലാസ് പരീക്ഷ എഴുതുന്നവർക്കും അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ എഴുതുന്നവർക്കും ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ട രീതിയാണ് പറഞ്ഞിരിക്കുന്നത്. SSB ഇന്റർവ്യൂവിൽ യോഗ്യത നേടുകയും എന്നാൽ ആ സമയത്ത് 10 അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഒറിജിനലായിട്ട് ഹാജരാക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ 2026 ജൂൺ 10 സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഫോട്ടോ കോപ്പികൾ ബന്ധപ്പെട്ട അഡ്രസ്സിലേക്ക് അയക്കണം. അതിനുള്ള അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ആർമി വിങ്ങിന്റെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നേവൽ അക്കാദമിക്ക് വേണ്ടിയിട്ടുള്ള അഡ്രസ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ SSB ഇന്റർവ്യൂ സമയത്ത് ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കുകയും അതേപോലെ SSB അധികൃതർ അത് വെരിഫൈ ചെയ്യുകയും ചെയ്താൽ ഈ അഡ്രസ്സിലേക്ക് പിന്നീട് സർട്ടിഫിക്കറ്റുകൾ അയക്കേണ്ടതില്ല. അതുപോലെ തന്നെ ബോർഡുകളോ യൂണിവേഴ്സിറ്റികളോ സർട്ടിഫിക്കറ്റുകൾ ഇതുവരെ നൽകിയിട്ടില്ലാത്ത സാഹചര്യങ്ങളിൽ നിങ്ങളുടെ സ്ഥാപനത്തിലെ പ്രിൻസിപ്പൽ നൽകുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റും സ്വീകരിക്കുന്നതാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഫീയെ പറ്റി നോക്കാം. 100 രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത്. SC/ST വിഭാഗക്കാർക്കും അതേപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അതേപോലെ JCOs, NCOs, ORSന്റെ ആശ്രിതർക്കും ഫീസ് അടയ്ക്കേണ്ടതില്ല. മറ്റെല്ലാ കാൻഡിഡേറ്റ്സും 100 രൂപ ഫീസ് അടയ്ക്കണം. അത് നമുക്ക് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, UPI പേയ്മെന്റ് വഴിയോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിങ് വഴിയോ ഒക്കെ നമുക്ക് ഫീസ് അടയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. റിട്ടൺ എക്സാമിനേഷന്റെ റിസൾട്ട് 2025 ഒക്ടോബറിൽ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാണിച്ചിരിക്കുന്നത്. റിട്ടൺ എക്സാമിനേഷനിൽ യോഗ്യത നേടിയ കാൻഡിഡേറ്റ്സ് UPSC പരീക്ഷയിൽ നൽകിയ അതേ ഇമെയിൽ ID ഉപയോഗിച്ച് www.joinindianarmy.nic.in എന്ന ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് റിക്രൂട്ടിംഗ് വെബ്സൈറ്റിൽ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യണം. അവർക്ക് ഈ വെബ്സൈറ്റ് വഴി സെലക്ഷൻ സെന്ററുകൾ അനുവദിക്കും. അതുപോലെ തന്നെ SSB ഇന്റർവ്യൂവിന് വിളിക്കപ്പെടുന്ന എല്ലാ കാൻഡിഡേറ്റ്സും ഒറിജിനൽ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യ എക്സാം സർട്ടിഫിക്കറ്റ് SSBയിൽ ഹാജരാക്കണം. ഇന്റർവ്യൂ കഴിഞ്ഞാലുടൻ യോഗ്യത നേടുന്നവർക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ വെരിഫിക്കേഷന് ശേഷം തിരികെ നൽകും. അതുപോലെ തന്നെ +2 പരീക്ഷ പാസ്സായവർ തങ്ങളുടെ ഒറിജിനൽ +2 സർട്ടിഫിക്കറ്റോ മാർക്ക് ഷീറ്റോ SSB ഇന്റർവ്യൂവിനായിട്ട് കൊണ്ടുവരണം. സെലക്ഷൻ പ്രോസസ് എങ്ങനെയാണെന്ന് നോക്കാം. ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യ പേപ്പറുകളിൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും. OMR ഷീറ്റിൽ കറുത്ത ബോൾ പേന മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ റിട്ടൺ എക്സാമിനേഷനിൽ യോഗ്യത നേടിയവരെ സർവീസസ് സെലക്ഷൻ ബോർഡ് അഥവാ SSB ഇന്റലിജൻസ് പേഴ്സണാലിറ്റി ടെസ്റ്റുകൾക്ക് വിധേയരാക്കും. അതേപോലെ CPSS അതായത് കമ്പ്യൂട്ടറൈസ്ഡ് പൈലറ്റ് സെലക്ഷൻ സിസ്റ്റം, അതായത് വ്യോമസേനയുടെ ഫ്ലൈയിങ് വിഭാഗത്തിന് അപേക്ഷിക്കുന്നവർക്ക് CPSSൽ യോഗ്യത നേടണം.
ഇതൊരിക്കൽ മാത്രമേ നടത്തൂ. അതിലെ ഗ്രേഡ് എല്ലാ ഇന്റർവ്യൂകൾക്കും ബാധകമാകും. അപ്പോൾ SSBയിൽ 1ാം ഘട്ട ടെസ്റ്റിൽ യോഗ്യത നേടിയാൽ മാത്രമേ 2ാം ഘട്ടത്തിലേക്ക് കടക്കാനാവൂ. SSB ഇന്റർവ്യൂവിന് ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സുകൾ ഹാജരാക്കുക. 10ലെയും +2ന്റെ ഒക്കെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുക. നമ്മുടെ റിട്ടൺ എക്സാമിനേഷനിലെയും അതേപോലെ SSB ടെസ്റ്റുകളുടെയും മാർക്കുകൾ അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വഴിയാണ് തെരഞ്ഞെടുപ്പ് നടത്തുക. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേകം ലിസ്റ്റുകൾ ഉണ്ടാകും. സ്കീം ഓഫ് എക്സാമിനേഷൻ പറഞ്ഞിട്ടുണ്ട്. പരീക്ഷാ ഘടന 2 പാർട്ടായിട്ടാണ് നടത്തുന്നത്. ഫസ്റ്റ് വരുന്നത് റിട്ടൺ എക്സാമിനേഷൻ 900 മാർക്കിന്, അതേപോലെ SSB ടെസ്റ്റ് ഇന്റർവ്യൂ 900 മാർക്ക്. അതേപോലെ വിഷയങ്ങളും മാർക്കും വരുന്നത് മാത്തമാറ്റിക്സ് 2.5 മണിക്കൂർ 300 മാർക്ക്, അതേപോലെ ജനറൽ എബിലിറ്റി ടെസ്റ്റ് 2.5 മണിക്കൂർ 600 മാർക്ക്. അപ്പോ എല്ലാ വിഷയങ്ങൾക്കും ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് എന്ന രീതിയിലായിരിക്കും. എക്സാം സിലബസ് നമുക്ക് നോക്കാം. പേപ്പർ ഫസ്റ്റ് മാത്തമാറ്റിക്സ്, അതിൽ ഓൾജിബ്ര, മാട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ്, അതേപോലെ ട്രിഗണോമെട്രി, അനലിറ്റിക്കൽ ജിയോമെട്രി ഓഫ് 2 and 3 ഡൈമെൻഷൻസ്, ഡിഫറൻഷ്യൽ കാൽക്കുലസ്, അതേപോലെ ഇന്റഗ്രൽ കാൽക്കുലസ് ആൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, വെക്റ്റർ ഓൾജിബ്ര, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി. ഇപ്പൊ നെക്സ്റ്റ് വരുന്നത് പേപ്പർ സെക്കൻഡ് ജനറൽ എബിലിറ്റി ടെക്സ്റ്റ്, മാക്സിമം മാർക്ക് 600 ആണ് വരുന്നത്. അതിൽ പാർട്ട് എ ഇംഗ്ലീഷ് മാക്സിമം മാർക്ക് 200, പാർട്ട് ബി ജനറൽ നോളജ് മാക്സിമം മാർക്ക് 400. അതിൽ സെക്ഷൻ എ ഫിസിക്സ്, സെക്ഷൻ ബി കെമിസ്ട്രി, സെക്ഷൻ സി ജനറൽ സയൻസ്, സെക്ഷൻ ഡി ഹിസ്റ്ററി, ഫ്രീഡം മൂവ്മെന്റ് എക്സെട്ര, സെക്ഷൻ ഇ ജിയോഗ്രഫി, സെക്ഷൻ എഫ് കറണ്ട് അഫയേഴ്സ്. ഇങ്ങനെയാണ് വരുന്നത്. ഈ വിവരങ്ങൾ NDA ആൻഡ് NA പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് സഹായകമാകുമെന്ന് കരുതുന്നു. വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.